യുവാക്കളുടെ കഥ. അസ്ഹാബുൽ കഹഫ്. അവർ തങ്ങളുടെ ഈമാൻ സംരക്ഷിക്കാൻ വേണ്ടി ഒരു ഗുഹയിലേക്ക് ഓടിപ്പോയി. ആ ഗുഹ അവർക്ക് ഒരു ഇടുങ്ങിയ സ്ഥലമായിരുന്നില്ല, മറിച്ച് അള്ളാഹുവിന്റെ റഹമത്ത് വർഷിക്കുന്ന വിശാലമായ ഒരു ഇടമായിരുന്നു. ഖുർആൻ പറയുന്നു, ഫഊ ഇലൽ കഹ്ഫി യൻഷുർ ലക്കും റബ്ബുക്കും മിൻ റഹ്മതിഹി. നിങ്ങൾ ആ ഗുഹയിൽ അഭയം പ്രാപിക്കുക, നിങ്ങളുടെ രക്ഷിതാവ് അവന്റെ കാരുണ്യം നിങ്ങൾക്ക് വിശാലമാക്കി തരും. സൂറത്തുൽ കഹഫ് 16. ഇഅ്തികാഫ് എന്നത് ഈ കാലഘട്ടത്തിലെ നമ്മുടെ ഗുഹയാണ്. പള്ളിയിൽ ഇരിക്കാൻ കഴിയുന്നവർ ഭാഗ്യവാന്മാർ. എന്നാൽ ജോലി തിരക്കോ മറ്റു സാഹചര്യങ്ങളോ കാരണം പള്ളിയിൽ ഇരിക്കാൻ കഴിയാത്തവരോ, അവർ നിരാശപ്പെടേണ്ടതില്ല. നിങ്ങളുടെ വീടുകളിൽ രാത്രിയുടെ നിശബ്ദതയിൽ ഒരു മുറിയിൽ കുറച്ചു സമയം ഒറ്റയ്ക്കിരിക്കൂ. ലോകത്തോടുള്ള എല്ലാ വാതിലുകളും അടച്ച് അള്ളാഹുവിനോട് സംസാരിക്കൂ. ചിന്തിച്ചു നോക്കൂ, യൂനുസ് നബി അലൈഹിസലാം മത്സ്യത്തിന്റെ വയറ്റിൽ കഴിഞ്ഞ ആ നിമിഷങ്ങൾ. ചുറ്റും ഇരുട്ടാണ്. കടലിന്റെ ആഴങ്ങളിൽ ആർക്കും കേൾക്കാൻ കഴിയാത്ത ഒരിടത്താണ് അദ്ദേഹം. പക്ഷെ അദ്ദേഹം അള്ളാഹുവിനെ വിളിച്ചു. ലാ ഇലാഹ ഇല്ല അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. നീ അല്ലാതെ യാതൊരു ഇലാഹുമില്ല, നീ എത്ര പരിശുദ്ധൻ, തീർച്ചയായും ഞാൻ അക്രമികളുടെ കൂട്ടത്തിൽ പെട്ടുപോയിരിക്കുന്നു. സൂറത്തുൽ അൻബിയാ 87. മത്സ്യത്തിന്റെ വയറ്റിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം നടത്തിയ ആ ഇഅ്തികാഫ് അള്ളാഹു സ്വീകരിച്ചു. അതുപോലെ നിങ്ങളുടെ ഹൃദയത്തിലെ സങ്കടങ്ങളുടെ ഇരുട്ടിൽ നിന്ന് അള്ളാഹുവിനെ വിളിക്കാനുള്ള അവസരമാണിത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടാകാം. ആരോടും പറയാൻ കഴിയാത്ത രഹസ്യങ്ങൾ നമുക്കുണ്ടാകാം. ഈ 10 രാത്രികളിൽ നിങ്ങൾ അള്ളാഹുവിന്റെ മുന്നിൽ കരയുക. റബ്ബേ, ലോകം എന്നെ ഒരു നല്ല മനുഷ്യനായി കാണുന്നുണ്ടാകാം, പക്ഷെ എന്റെ യഥാർത്ഥ അവസ്ഥ നിനക്കറിയാം, എന്നോട് നീ പൊറുക്കേണമേ എന്ന് പറയുക. അള്ളാഹുവിന്റെ റഹമത്തിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ അള്ളാഹുവിലേക്ക് ഒരടി അടുത്താൽ അള്ളാഹു അവനിലേക്ക് ഒരു മുഴമടുക്കും. അവൻ അള്ളാഹുവിലേക്ക് നടന്നു വന്നാൽ അള്ളാഹു അവനിലേക്ക് ഓടി വരും. സഹോദരങ്ങളെ, അള്ളാഹു നിങ്ങളെ കാത്തിരിക്കുകയാണ്. ഈ 10 രാത്രികൾ അവസാനിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ പേര് നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടവരുടെ പട്ടികയിൽ ചേർക്കപ്പെടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? റമദാനിന്റെ ആദ്യ ഭാഗങ്ങൾ നമ്മൾ അശ്രദ്ധമായി കളഞ്ഞുവെങ്കിൽ ഇതാ ബാക്കിയുള്ള കുറച്ചു മണിക്കൂറുകൾ. ഇത് വിലപ്പെട്ടതാണ്. ഒരു നിമിഷം പോലും വെറുതെ കളയാനില്ല. ഓർക്കുക, ഈ റമദാൻ നമ്മുടെ അവസാനത്തെ റമദാൻ ആയിരിക്കാം. അടുത്ത വർഷം ഈ സമയം നമ്മൾ എവിടെയായിരിക്കുമെന്ന് ആർക്കറിയാം? അതുകൊണ്ട് ഈ 10 രാത്രികളിൽ നമ്മൾ കൂടുതൽ ഖുർആൻ ഓതണം, കൂടുതൽ തഹജ്ജുദ് നമസ്കരിക്കണം. ഏറ്റവും പ്രധാനമായി നമ്മുടെ ഹൃദയത്തെ അസൂയയിൽ നിന്നും വെറുപ്പിൽ നിന്നും ശുദ്ധീകരിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ കാത്തിരുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിക്കൂ. ആകാശലോകത്ത് വലിയൊരു ചലനം നടക്കുന്ന രാത്രി. അള്ളാഹുവിന്റെ മലക്കുകൾ ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മഹാനായ മലക്കിന്റെ നേതൃത്വത്തിൽ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന രാത്രി. ഖുർആൻ ആ രാത്രിയെ വിശേഷിപ്പിച്ചത് സലാമുൻ അഥവാ സമാധാനം എന്നാണ്. പ്രഭാതം വിരിയുന്നതുവരെ ആ രാത്രി സമാധാനത്തിൻ്റെതാണ്. ലൈലത്തുൽ ഖദർ എപ്പോഴാണ്? അത് നിശ്ചയിക്കപ്പെട്ട ഒരു തീയതിയിലാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞു, റമദാനിലെ അവസാന 10 ഒറ്റയിട്ട രാത്രികളിൽ നിങ്ങൾ ലൈലത്തുൽ ഖദറിനെ തിരയുക. ബുഖാരി. എന്തിനാണ് അള്ളാഹു ഈ രാത്രിയെ ഒളിപ്പിച്ചു വെച്ചത്? നമ്മൾ 10 രാത്രികളും ഒരുപോലെ അധ്വാനിക്കാൻ വേണ്ടിയാണത്. ഒരു രാത്രി മാത്രം ഇബാദത്ത് ചെയ്ത് ബാക്കി 9 രാത്രികൾ ഉറങ്ങിക്കളയാനുള്ളതല്ല ഈ അവസരം. ഇത് അള്ളാഹുവിനോടുള്ള നമ്മുടെ സ്നേഹത്തിന്റെ പരീക്ഷണമാണ്. ഒരു യഥാർത്ഥ പ്രേമി തന്റെ പ്രിയപ്പെട്ടവനെ കാണാൻ കാത്തിരിക്കുന്നത് പോലെ നമ്മൾ അള്ളാഹുവിന്റെ അനുഗ്രഹം തേടി ഈ 10 രാത്രികളും ഉണർന്നിരിക്കണം. ഖുർആനിലെ ഒരു മനോഹരമായ രംഗം ഓർത്തു നോക്കൂ. മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് സംസാരിക്കാൻ തൂർ സിനാ പർവ്വതത്തിലേക്ക് പോയത്. അവിടെ അദ്ദേഹം 40 രാത്രികൾ ചിലവഴിച്ചു. ആ കാത്തിരിപ്പിന് ശേഷമാണ് അള്ളാഹു അദ്ദേഹത്തിന് തൗറാത്ത് നൽകിയത്. അള്ളാഹുവിന്റെ സാമീപ്യം ലഭിക്കാൻ ഒരു കാത്തിരിപ്പ് ആവശ്യമാണ്. നമ്മുടെ ഈ 10 രാത്രികൾ അത്തരമൊരു കാത്തിരിപ്പാണ്. ചിലർ ചോദിക്കാറുണ്ട്, ഞാൻ ഒരുപാട് പാപങ്ങൾ ചെയ്തവനാണ്, എനിക്ക് ഈ രാത്രിയിൽ എന്ത് മാറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന്. അവരോട് എനിക്ക് പറയാനുള്ളത് അള്ളാഹുവിന്റെ ഈ വചനമാണ്. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാഹ്. സ്വന്തം ആത്മാക്കളോട് അതിക്രമം പ്രവർത്തിച്ച എന്റെ ദാസന്മാരെ, അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് നിങ്ങൾ നിരാശരാകരുത്. സൂറത്തു സുമർ 53. ലൈലത്തുൽ ഖദറിൽ അള്ളാഹു നമ്മുടെ വിധി എഴുതുന്നു. ഖദർ എന്നാൽ വിധി എന്നാണ് അർത്ഥം. വരാനിരിക്കുന്ന ഒരു വർഷം നിങ്ങൾക്ക് എന്തൊക്കെ ലഭിക്കണം, നിങ്ങളുടെ ആയുസ് എത്രയാണ്, നിങ്ങളുടെ ആരോഗ്യം എങ്ങനെയായിരിക്കണം എന്നൊക്കെ മലക്കുകൾക്ക് നിർദ്ദേശം നൽകപ്പെടുന്ന രാത്രിയാണിത്. ചിന്തിച്ചു നോക്കൂ, നിങ്ങളുടെ വിധി എഴുതപ്പെടുന്ന ആ നിമിഷത്തിൽ നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വിധി എത്രമാത്രം മനോഹരമായിരിക്കും.
ഒരു ചെറിയ ഉദാഹരണം പറയാം. ഒരു വലിയ രാജാവ് തന്റെ പ്രജകൾക്ക് സമ്മാനങ്ങൾ നൽകാൻ ഒരു രാത്രി നിശ്ചയിക്കുന്നു. ആ രാത്രിയിൽ ഉറങ്ങിക്കിട